പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ പ്രതിഷേധം. നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ നേരത്തെ പുറപ്പെട്ടതിനെ തുടർന്നാണ് ട്രെയിൻ തടഞ്ഞ് യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് വിവരങ്ങൾ? യാത്രക്കാരെന്താണ് പറയുന്നത്? ഇങ്ങനെ ട്രെയിൻ തടഞ്ഞൊരു പ്രതിഷേധത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് നിഖിൽ? റിജിത്ത്, ഏറ്റവും പുതിയ വിവരം ഈ പ്രതിഷേധം അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിക്കുക എന്നുള്ളത് കേരളത്തിൽ അത്ര സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവരെ നയിച്ച പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ നിലമ്പൂരേക്കുള്ള യാത്ര ഈ രാത്രികാലത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഷൊർണൂരിലടക്കം എത്തിച്ചേരുന്ന ആളുകളൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രെയിനാണ് ഈ കണ്ണൂർ ആലപ്പി എക്സ്പ്രസിന്റെ കണക്ഷൻ ട്രെയിനായിട്ടുള്ള ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ. ഈ പാസഞ്ചർ നേരത്തെ പുറപ്പെട്ടതാണ് യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, പ്രായമായ ആളുകൾ അടക്കം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിൻ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നേരത്തെ പുറപ്പെടുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ തടഞ്ഞ് ഈ യാത്രക്കാർ പ്രതിഷേധിക്കുകയായിരുന്നു. കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് എത്തും മുൻപേ ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് യാത്ര തുടങ്ങി. അതായത് ഈ ട്രെയിൻ, ആലപ്പുഴയിൽ നിന്നുള്ള ട്രെയിൻ അവിടെ എത്തിയാൽ മാത്രമേ ഇതിന് യാത്ര തുടരാൻ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് പരിഗണിക്കാതെ നേരത്തെ ഈ ട്രെയിൻ പുറപ്പെട്ടതാണ് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. ഇതേ തുടർന്നാണ് അവർ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏറെ നേരം ഈ കോഴിക്കോട്ടേക്കുള്ള ട്രെയിനിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് അവർ പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പലവിധ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. പക്ഷേ ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചതായുള്ള ഔദ്യോഗിക വിവരം ലഭ്യമാകുന്നത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്.